അസ്സലാമലൈക്കും. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്നുള്ളത് കത്തിട്ടുണ്ടാവില്ലേ? അതെ, നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ഐറ്റം തന്നെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിനി കുറച്ച് അധികം പാർട്ടായിട്ട് ഇൻഷാല്ലാ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചധികം മോഡൽസ് ഹെയർ ആക്സസറീസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പാർട്ടായിട്ടായിരിക്കും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എന്തായാലും വേണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പാർട്ട് 1 വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള ഹെയർ ആക്സസറീസിൻ്റെ മേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് എനിക്കറിയാം. ഇനി നമ്മളും ഒട്ടും വൈകിക്കാൻ പാടില്ല, നമുക്കും ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹെയർ ആക്സസറീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ടൈമാണിത്. നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബിഗിനേഴ്സിന് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള 3 മെത്തേഡ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന 3 സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാറ്റിൻ റിബൺ 3 കളർ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്ലാഗിൻ്റെ കളറ് ഗ്രീനും അതുപോലെ തന്നെ വൈറ്റ്, ഓറഞ്ച്, അങ്ങനെ 3 കളർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 3 കളറിൽ നിന്നും നമ്മൾ 6 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്ന 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിബണിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ് കേട്ടോ. അങ്ങനെ 1 ഇഞ്ച് വിഡ്ത്തും 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുമുള്ള 2 പീസ് വെച്ച് നമ്മൾ 3 കളറിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എല്ലാ എൻഡിങ്ങും ലൈറ്റർ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. നൂല് പിന്നീട് വലിഞ്ഞു പോരാണ്ടിരിക്കാനാണ്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സെൻറ്റർ ഭാഗത്തേക്ക് ആദ്യം ഒരു മടക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, താഴ്ഭാഗത്തെ 2 അറ്റവും ഇതുപോലെ ഒരേപോലെ വരുന്ന പോലെ നമ്മൾ മടക്കി കൊടുക്കുക. അതായത് മുകൾ ഭാഗത്ത് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന പോലെ നമുക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് താഴ്ഭാഗത്ത് നമുക്ക് ഇതുപോലെ ലൈറ്റർ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഉരുക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നീങ്ങി കളിക്കില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചീത്തവശം പുറമേക്കും നല്ല വശം ഉള്ളിലേക്കും പോകുന്ന രീതിയിൽ മടക്കിയിട്ട് സെൻറ്റർ ഭാഗത്ത് എന്ത് ചെയ്യുക, നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് വന്നിട്ട് ഒന്ന് ഉരുക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 എൻഡിങ്ങും മടക്കി നമ്മളുടെ ആ സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവരാം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചീത്തവശം പുറമേക്കും നല്ല വശം ഉള്ളിലായിട്ടും ആക്കി വെച്ചിട്ടാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴ്ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് 2 എൻഡിങ്ങും കൊണ്ടുവന്നിട്ട് അവിടെയും നമ്മൾ നല്ലപോലെ ലൈറ്റർ വെച്ച് ഒന്ന് ഉരുക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു സൂപ്പറായിട്ടുള്ള ഒരു പെറ്റൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പെറ്റൽസും റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ വീഡിയോ ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. നമ്മൾ ആദ്യം തന്നെ 2 എൻഡിങ്ങും നല്ലപോലെ ഉരുക്കി കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 താഴ്ഭാഗത്ത് 2 സൈഡും ഒരേപോലെ വരണം. മുകൾ ഭാഗത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പും വരണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുക്കിയിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ചീത്തവശം പുറമേക്കും നല്ല വശം ഉള്ളിലേക്കും പോകുന്ന രീതിയിൽ 2 ആക്കി മടക്കി സെൻറ്റർ ഭാഗത്ത് നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഉരുക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 എൻഡിങ്ങും നമ്മൾ ആ സെൻറ്റർ ഭാഗത്തേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് ഉരുക്കി ഒന്ന് നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് കുറേ അധികം പെറ്റൽസ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 പെയർ, അതായത് ഒരു പെയർ ക്ലിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ പീസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ മൊത്തം 4 ഗ്രീനും 4 വൈറ്റ് അതുപോലെ തന്നെ 4 ഓറഞ്ച് അങ്ങനെ പെറ്റൽസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് 2 പെറ്റൽസ് വെച്ചിട്ടാണ് ഒരു ക്ലിപ്പ് ചെയ്തെടുക്കാനായിട്ട് വേണ്ട കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 2 പെറ്റൽ ഓറഞ്ച് സൂചി നൂലും കോർത്തെടുത്തു. പിന്നെ 2 പെറ്റൽ വൈറ്റ്, പിന്നെ 2 പെറ്റൽ ഗ്രീൻ, അങ്ങനെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ചീത്തവശം എല്ലാം ഒരു സൈഡിലേക്കും നല്ല വശം എല്ലാം ഒരു സൈഡിലേക്കും വരുന്ന പോലെ വേണം ചെയ്യാൻ. എന്നിട്ട് നല്ലപോലെ കോർത്തെടുത്തതിന് ശേഷം 2 എൻഡിങ്ങും, അതായത് സ്റ്റാർട്ടിങ്ങിലെ ഉള്ളതും അവസാനമുള്ളതുമായിട്ടുള്ള പെറ്റൽസിൽ നമ്മൾ സൂചി നല്ലപോലെ കയറ്റി നല്ല ടൈറ്റാക്കി തുന്നിക്കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡിൽ നല്ലപോലെ കെട്ടിട്ട് കൊടുക്കാം. നല്ല ടൈറ്റാക്കി തന്നെ കെട്ടിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വേണമെങ്കിൽ കെട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി ബാക്ക് സൈഡിലൂടെ എല്ലാ പെറ്റൽസിൻ്റെയും ഇടയിൽ കൂടെ ഒന്ന് തുന്നിയിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഒരു പെയറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് എന്തെങ്കിലും സ്റ്റോണോ ബീഡ്സോ ഒക്കെ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു റോസിൻ്റെ ഷേപ്പുള്ള ഒരു സ്റ്റോൺ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ബീഡ്സോ
നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള എന്ത് ഐറ്റം വേണമെങ്കിലും അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ B7000 ഗ്ലൂ യൂസ് ചെയ്തിട്ട് അത് നല്ലപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഫ്ലവർ അലിഗേറ്റർ ക്ലിപ്പിലേക്കാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിക്കിലേക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഹെയർ ബണ്ണിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹെയർ ബണ്ണൊക്കെ വെച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇനി വരുന്ന പാർട്ടിലൊക്കെ ചെയ്യാവുന്നതാട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ സെക്കൻഡ് മെത്തേഡിലേക്ക് പോവാം. സെക്കൻഡ് മെത്തേഡിൽ ഇതേ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു മോഡലാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു മോഡലാണ്. അതിനായിട്ട് നമ്മൾ 5 സെൻറ്റിമീറ്റർ വരുന്ന ഓരോ പീസ് വെച്ച് നമ്മൾ 3 കളറിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ട് 2 എൻഡിങ് നമ്മൾ ലേറ്റർ യൂസ് ചെയ്ത് ഉരുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൂചി നൂലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ താഴ്ഭാഗത്ത് കൂടെ നമ്മൾ നല്ലപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെയും താഴ്ഭാഗത്ത് കൂടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പതിയെ ഒന്ന് നൂലോ അല്ലെങ്കിൽ സൂചി ഒന്ന് വലിച്ച് ഇങ്ങനെ നൂലൊന്ന് പതിയെ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ നല്ല റഫ്ല് പോലെ വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഓറഞ്ചിൻ്റെ എൻഡിങ്ങിൽ നമ്മളിതുപോലെ ഒന്ന് സൂചി കയറ്റി ഇറക്കിയിട്ട് നല്ലപോലെ ടൈറ്റാക്കി ബാക്ക് സൈഡിൽ നമുക്കൊന്ന് തുന്നി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ തുന്നുമ്പോൾ എല്ലാ പെറ്റൽസിൻ്റെയും ഇടയിൽ കൂടെ ഒന്ന് തുന്നി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു പെറ്റൽസ് തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവും. അതിതുപോലെ നമ്മൾ ലേറ്റർ വെച്ചൊന്ന് രണ്ടറ്റവും ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ലേറ്റർ വെച്ചൊന്ന് ഉരുക്കി നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് അവിടെ ഇല്ലാണ്ട് ഫിനിഷിംഗ് ആയിട്ട് നിന്നോളും. നിങ്ങൾക്ക് ആ ഗ്യാപ്പ് നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഹാഫ് ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. വൈറ്റ് കളറിലെ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒട്ടുന്നുണ്ടായിരുന്നില്ല, എൻ്റെ കയ്യിൽ കുറച്ച് ഗമ്മായിട്ടുണ്ടായി. അതിപ്പോൾ എൻ്റെ കൂടെ പോരായിരുന്നു. അവസാനം ഞാനത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പിന്നെയും പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ലപോലെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. അപ്പോൾ പിന്നെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പം നമ്മളുടെ കൂടെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആവാൻ കാത്തു നിൽക്കാതെ അതിന് മുന്നേ തന്നെ നമ്മൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോഴേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപ്ഡേറ്റ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴേക്കും നല്ലപോലെ സെയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് മെത്തേഡും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളുടെ തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതായത് ബോ ഉണ്ടാക്കലാണ്. അപ്പോൾ ഈ ഒരു ബോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 3 കളറിൽ നിന്നും 10 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കി സെൻറ്റർ ഭാഗം കണ്ടിട്ട് നമ്മൾ സെൻറ്റർ ഭാഗത്ത് കൂടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ബോ ഉണ്ടാക്കുന്നത് നമ്മളിനി പ്രത്യേകം ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബോ മേക്കിംഗ്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ വീഡിയോ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. പിന്നെ നമ്മളുടെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതേ നമ്മൾ വളരെ സിമ്പിളായിട്ട് 3 കളർ വെച്ചിട്ടും ബോ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നമ്മളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ക്രീനിൽ നമ്മളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നില്ല, നമ്മളുടെ ഈ ഒരു ഹെയർ ആക്സസറീസിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മളുടെ ഒരു ഇൻസ്റ്റാഗ്രാം ID കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ബോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ സെൻറ്റർ ഭാഗത്ത് കൂടെ നൂലിങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റാക്കി തന്നെ ചുറ്റി കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു വൈറ്റ് കളറിലെ പീസാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ സെൻറ്റർ ഭാഗത്ത്. ഞാനിപ്പോൾ ഒരു വൈറ്റ് കളറിലെ പീസ് ഇതുപോലെ അത്യാവശ്യം ചെറിയൊരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ വരുന്ന പോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ലൈറ്റർ യൂസ് ചെയ്ത് ഞാൻ ഒന്ന് ഉരുക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്റർ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കുക തുന്നി കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ഫൈനൽ റിസൾട്ട്. നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ. അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എല്ലാ മെത്തേഡും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.